നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ദെൻ പ്രൊസീജിയർ ഫോർ സെറ്റിംഗ് ദ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഈ രണ്ട് ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ടോപ്പിക്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ബഡ്ജറ്ററി കൺട്രോൾ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, ഇതിൻ്റെയൊക്കെ ഡിഫറൻസുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നമ്മൾ നിർത്തിയത്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, അതായത് പല ബിസിനസ് ഓപ്പറേഷൻസുകളിലും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, കോസ്റ്റ് കൺട്രോൾ ടെക്നിക്കാണ് എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് ആൻ പ്രീഡിറ്റർമിൻഡ് കോസ്റ്റ് ഫോർ ദ ഇഫക്റ്റീവ് ഇവാലുവേഷൻ ഓഫ് ദി പെർഫോമൻസ്. അപ്പോൾ അതിൽ വരുന്ന അഡ്വാൻറ്റേജുകൾ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഫസ്റ്റ് മെറിറ്റ് ഈസ് ദാറ്റ് കോസ്റ്റ് കൺട്രോൾ ആണ്. കോസ്റ്റ് കൺട്രോൾ ഈസ് നമുക്കറിയാം, സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡിലൂടെ അതിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലുള്ള ചില ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്ച്വൽ കോസ്റ്റും ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേരിയേഷൻസുകളെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. ആ വേരിയേഷൻസുകളിൽ എന്തെങ്കിലും ഡിഫറൻസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസുകളെ എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഇഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ റെമഡിയൽ ആയിട്ടുള്ള ആക്ഷൻസുകൾ ഇവിടെ എടുക്കുന്നുണ്ട്. ഒരു കോസ്റ്റ് കൺട്രോൾ ടെക്നിക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയാനുള്ള കാരണം എപ്പോഴും ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം, ആക്ച്വൽ കോസ്റ്റ് വിത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കൂടുതലാണ് ആക്ച്വൽ കോസ്റ്റ് വരുന്നതെങ്കിൽ അവിടെ വേരിയേഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ വേരിയേഷൻ എത്രയാണ് കോസ്റ്റിൽ വരുന്നതെങ്കിൽ ആ വേരിയേഷനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള റെമഡിയൽ ആയിട്ടുള്ള ആക്ഷൻസുകളാണ് എവിടെ എടുക്കുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്കുകളിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ആ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനുള്ള, കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ലെവലുകളായിരിക്കും ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. അത് ഒരു ഫേമിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്ലിക്കബിലിറ്റി ഒരുപാട് അഡ്വാൻറ്റേജസ് ആയിട്ടാണ് വരുന്നത്. നമ്പർ 2, വാല്യുബിൾ എയ്ഡ് ടു മാനേജ്മെൻറ്റ്. നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യുബിൾ എയ്ഡ് ടു മാനേജ്മെൻറ്റ്. എന്താണ് വാല്യുബിൾ എയ്ഡ് ടു മാനേജ്മെൻറ്റ് എന്ന് പറയാനുള്ള കാരണം, ഒരു ബിസിനസ് ഓപ്പറേഷൻസുകളിൽ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുക, മാക്സിമം എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യുക, മാക്സിമം പ്രോഫിറ്റബിലിറ്റി ഏൺ ചെയ്യുക, ഫേമിൻ്റെ പെർഫോമൻസിനെ ഇഫക്റ്റീവായിട്ടൊരു പെർഫോമൻസിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എപ്പോഴും പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫേവറബിൾ ആയിട്ടുള്ള എഫിഷ്യൻസി ആയിരിക്കണം ഫേമിനുണ്ടായിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ മാനേജ്മെൻ്റ് ആയിരിക്കണം അതിനാവശ്യമായിട്ടുള്ള ഫങ്ഷൻസുകൾ അല്ലെങ്കിൽ പോളിസീസുകൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സുകൾ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസുകൾ കൊടുക്കുന്നത്. നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എപ്പോഴും കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ആ കോസ്റ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിൻ്റെ വേരിയേഷൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ വേരിയേഷൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഫേമിൽ എപ്പോഴും കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുകയും പ്രൊഡക്ഷൻ പ്രോസസ്സുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റബിലിറ്റി ഏൺ ചെയ്യാം. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസുകളൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് ഒരു വാല്യുബിൾ എയ്ഡ് എന്ന് പറയാനുള്ള കാരണം അവർക്ക് പ്രൈസിങ് പോളിസീസുകൾ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പോളിസീസുകൾ ഇതെല്ലാം അഡോപ്റ്റ് ചെയ്യാൻ, ഫോർമുലേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആകുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അപ്പോൾ പ്രൈസിങ് ആയിട്ടുള്ള പോളിസീസുകൾ ആൻഡ് പ്രൊഡക്റ്റ് പോളിസീസുകൾ ഇത് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആകുന്നതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. തേർഡ് വൺ, പെർഫോമൻസ് ഓഫ് ദി മെഷർമെൻ്റ് ആണ്. പെർഫോമൻസിനെ മെഷർ ചെയ്യാനായിട്ട് കഴിയും. മെഷർമെന്റ് ഓഫ് പെർഫോമൻസ്. നമ്മൾ നേരത്തെ
നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. അതായത് ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലൊരു കമ്പാരിസൺ ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കില്ല ഫേമിനുണ്ടാവുന്നത്. അപ്പോൾ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കോസ്റ്റിന് കൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ലിമിറ്റിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ പെർഫോമൻസിനെ അനലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആകുന്ന ഒരു ടെക്നിക്കാണ് ആക്ച്വലി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ എഫിഷ്യൻസി എന്ത് ചെയ്യാനായിട്ട് പറ്റും, മെഷർ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം, പോസിറ്റീവായിട്ടുള്ളൊരു എഫിഷ്യൻസി ആണോ, നെഗറ്റീവായിട്ടുള്ളൊരു എഫിഷ്യൻസി ആണോ, ഫേവറബിൾ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ളൊരു എഫിഷ്യൻസി ആണ് അല്ലേ. അപ്പോൾ ഫേമിൻ്റെ പോസിറ്റീവായിട്ടുള്ള എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആകുന്ന ഒരു മെത്തേഡാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എഫിഷ്യൻസിയെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, മെഷർ ചെയ്യാനും. എഫിഷ്യൻസി അൺഫേവറബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള റെമഡിയൽ ആയിട്ടുള്ള ആക്ഷൻസുകൾ എടുക്കാനും ആർക്ക് കഴിയുന്നുണ്ട്, മാനേജ്മെൻറ്റിന് കഴിയുന്നുണ്ട്. ഫിഫ്ത്ത് പോയിന്റ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് തേർഡ് പോയിന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫോർത്ത് പോയിന്റ് പറഞ്ഞത് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ ആണ്. ഫോർത്ത് പോയിന്റ് പറഞ്ഞത് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിന്റെ മീനിങ് തന്നെ എന്താണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ് നമ്മളൊരു കമ്പാരിസൺ ആണ്. ഈ അതിൻ്റെ വേരിയേഷൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, റക്ടിഫൈ ചെയ്യണം. എങ്ങനെ റക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റുക, വേരിയേഷൻസുകളെ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ ഓരോ ഇപ്പോൾ കോസ്റ്റിൻ്റെ കേസാണ് നമ്മളിവിടെ പറയുന്നത്, ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും. കോസ്റ്റിൻ്റെ ഓരോ എലമെൻറ്റുകളെയും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അതിനെ മൈന്യൂട്ടായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും, അതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ വരുന്ന ഡീവിയേഷൻസുകൾ എന്താണ് എന്നുള്ളത് ആദ്യം തിരിച്ചറിഞ്ഞതിന് ശേഷം ആ ഡീവിയേഷൻസുകൾ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും ആ കാരണം, ആ ഡീവിയേഷൻ ഇല്ലാതിരിക്കാനുള്ള സ്റ്റെപ്സുകളാണ് റെമഡിയൽ ആക്ഷൻസുകളായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ എവിടേക്കാണോ ഡീവിയേഷൻസുകൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് ആ ഏരിയാസുകളെല്ലാം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എവിടെയൊക്കെ വീക്ക്നെസ് ഉണ്ടാകാൻ സാധ്യതകളുണ്ടോ, എവിടെയെല്ലാം വേരിയേഷൻസുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ, എവിടെയൊക്കെയാണ് എക്സ്ട്രാ എക്സ്പെൻസ് വരാൻ സാധ്യതകളുള്ളത്, അവിടെയെല്ലാം അലേർട്ടായിട്ട് മാനേജ്മെൻറ്റിന് ഒന്നുകൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആകുന്ന ഒരു ടെക്നിക്കാണ് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ ഉപയോഗിക്കാനായിട്ടുള്ള കാരണം. നമുക്ക് എപ്പോഴൊക്കെയാണോ ആക്ച്വൽ കോസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് വരുന്നത്, ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ വരുന്ന എല്ലാ കേസുകളിലും എന്ത് നോക്കിക്കൊണ്ടിരിക്കണം, ഒരു അലേർട്ടായിരിക്കണം. കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡുകളായിരിക്കണം എപ്പോഴും അവിടെ ഫേം അപ്ലൈ ചെയ്യേണ്ടത്. ഫോർത്ത് പോയിന്റ് അതാണ് പറഞ്ഞത്, മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് ക്വിക്ക് റിപ്പോർട്ടിംഗ് ആണ്. ഫിഫ്ത്ത് പോയിന്റ് ഈസ് ദാറ്റ് ക്വിക്ക് റിപ്പോർട്ടിംഗ്. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നമ്മൾ ഈ വേരിയേഷൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വേരിയേഷനുള്ള കാരണം എന്നുള്ളത് റിപ്പോർട്ടിംഗ് ചെയ്യണം. അപ്പോൾ ആ റിപ്പോർട്ടിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ റെമഡിയൽ ആയിട്ടുള്ള ആക്ഷൻസുകൾ എന്ത് ചെയ്യാം, സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ക്വിക്കായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് നൽകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാനേജറൽ ഡിസിഷൻസുകൾ എടുക്കാനായിട്ട് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് പോസിബിൾ ആകുന്നത്. അപ്പോൾ ആ ക്വിക്ക് റിപ്പോർട്ടിംഗ് ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ടാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് മാനേജ്മെൻറ്റിന് ക്വിക്കായിട്ടുള്ള റിപ്പോർട്ടിംഗ് അവൈലബിൾ ആകുന്നു എന്നുള്ളതും റെമഡിയൽ ആയിട്ടുള്ള ആക്ഷൻസുകൾ അതിനു വേണ്ടിയുള്ള സ്റ്റെപ്സുകൾ അവർക്ക് ഫോർമുലേറ്റ് ചെയ്യാനാകുന്നു എന്നുള്ളതും ആ ഒരു ഡീവിയേഷൻസുകളെ ഇല്ലാതാക്കിക്കൊണ്ട് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനും ഫേമിൻ്റെ എഫിഷ്യൻസി അവിടെ ഇൻക്രീസ് ചെയ്യാനും ബെറ്റർ പെർഫോമൻസിലേക്ക് ഫേമിന് എത്തിക്കാനായിട്ടും കഴിയുന്നു എന്നുള്ളത്. അപ്പോൾ അത്രയും അഡ്വാൻറ്റേജ് ആണ് ഫേമിന് നൽകുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് പോസിബിൾ ത്രൂ ദി ക്വിക്ക് റിപ്പോർട്ടിംഗ് ടു ദി മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് പറയുന്ന പോയിന്റ് സിക്സ്ത് പോയിന്റ് ആണ് യൂട്ടിലൈസേഷൻ ഓഫ് ദി റിസോഴ്സസ്. സിക്സ്ത് പോയിന്റ് യൂട്ടിലൈസേഷൻ. യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിൽ
നമുക്കൊരു പ്രൊഡക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റിസോഴ്സസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെന്നുണ്ട്, മണിയുണ്ട്, മെറ്റീരിയൽ ഉണ്ട്, ഒരുപാട് റിസോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ റിസോഴ്സുകളുടെയൊക്കെ മാക്സിമം യൂട്ടിലൈസേഷൻ അവിടെ ആവശ്യമാണ്. അപ്പോൾ ഈ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടും കഴിയണം. നമ്മൾ ഏതെങ്കിലും റിസോഴ്സുകൾ ഐഡിലായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു എക്സ്ട്രാ എക്സ്പെൻസ് ആണ് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേസ്റ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഐഡിലായിട്ട് വരുന്ന ഏതെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുന്നതിനും എല്ലാം സഹായകമാകുന്ന ഒരു മെത്തേഡാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അപ്പോൾ ഇഫക്റ്റീവായിട്ടുള്ള ഒരു യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളതും ഐഡിയലായിട്ടുള്ള ഏതെങ്കിലും റിസോഴ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും അതേസമയം വേസ്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മിനിമൈസ് ചെയ്യുന്നതിനും ബെറ്റർ പെർഫോമൻസിലെത്തിക്കാനും കഴിയുന്ന ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. നെക്സ്റ്റ് പറയുന്നത് ഇക്കോണമിയാണ്. ഇക്കോണമി എന്ന് പറയുന്നത് 7th പോയിന്റ് മോസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളതാണ്. മീനിങ് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് റെഡ്യൂസസ് ദ ക്ലറിക്കൽ ലേബർ. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ദ മെയിൻ്റനൻസ് ഓഫ് ഡീറ്റെയിൽഡ് കോസ്റ്റ് റെക്കോർഡ്സ്. നമുക്ക് കോസ്റ്റ് റെക്കോർഡ്സുകളുടെ ആവശ്യമില്ല, കാരണം ക്ലറിക്കലായിട്ടുള്ള വർക്കുകൾ എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. അതായത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ, ഒരു ലാർജ് ക്വാണ്ടിറ്റിയിലുള്ള പ്രൊഡക്ഷനാണ് നടക്കുന്നതെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്പർ ഓഫ് യൂണിറ്റ്സിലാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചെയ്യുന്നത്, പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ആ കോസ്റ്റിംഗ് ആ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള കോസ്റ്റിംഗ് ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ഓപ്പറേഷൻ വരുമ്പോഴും ഇതേ ഒരു മെത്തേഡ് തന്നെയാണ് നെക്സ്റ്റ് പ്രോസസ്സിലും ചെയ്യുന്നത് കൊണ്ട് ക്ലറിക്കലായിട്ടുള്ള വർക്കുകൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഓട്ടോമാറ്റിക്കലി ഫേമിന് കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഇക്കോണമി. നെക്സ്റ്റ് പറയുന്നത് 8th പോയിന്റ് കോർഡിനേഷനാണ്. 8th പോയിന്റ് പറയുന്നത് കോർഡിനേഷൻ. ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു കോർഡിനേഷൻ ഇവിടെ ആവശ്യമാണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ ആവശ്യമാണ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യുന്ന ഫങ്ഷൻസുകളുടെ ബേസിൽ അതിൻ്റെ എല്ലാം റിപ്പോർട്ടിൻ്റെ ബേസിലായിരിക്കും നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിന് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്, അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഫോർ എക്സാമ്പിൾ പർച്ചേസിങ്, സെല്ലിംഗ്, പ്രൊഡക്ഷൻ, അക്കൗണ്ടിങ്, ഇങ്ങനെയുള്ള എല്ലാ ഫങ്ഷൻസുകളെയും എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ പർച്ചേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം. മെറ്റീരിയൽസിൻ്റെ പർച്ചേസ് ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസിൻ്റെ ബേസിലാണ് എത്ര മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നു, അതിൻ്റെ പ്രൈസ് എത്രയാണ്, പ്രൈസിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ്, എത്ര നമ്പർ ഓഫ് പ്രൈസുകളാണ് നമ്മൾ, നമ്പർ ഓഫ് ഓർഡേഴ്സുകളാണ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്നത്, ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള കോസ്റ്റ് ഓഫ് സ്റ്റോക്കിൻ്റെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എത്രയാണ്, ഇതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ആ ഇൻഫർമേഷൻസുകൾ നൽകുന്നത്. സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പർച്ചേസ് ചെയ്ത് നമ്മുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഗുഡ്സുകളെല്ലാം ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സിനനുസരിച്ച് കൊണ്ട് മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ്, വാണ്ട്സ് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലുണ്ടാകുന്ന ഡിമാൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നത് സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനാണ്. അപ്പോൾ അവരുടെയും റെക്കോർഡ്സുകൾ അവൈലബിൾ ആയെങ്കിൽ മാത്രമേ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയി കഴിഞ്ഞാലും വാങ്ങിയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും അതാത് സമയങ്ങളിൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് മാർക്കറ്റിൽ ഈ ഡിമാൻഡ് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, മീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ക്വിക്കായിട്ടുള്ള ഡിമാൻഡിനനുസരിച്ച് കൊണ്ട് പ്രോംപ്റ്റ് ഡെലിവറി നൽകാൻ കഴിയുന്ന രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഡ്യൂട്ടി ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുന്നത്. അതേസമയം ഇതിൻ്റെ എല്ലാം ഒരു ക്യാഷ് റിക്വയർമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഡിപ്പാർട്ട്മെൻറ്റാണ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഓൾമോസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫങ്ഷൻസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിന് ആവശ്യം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ ഇൻഫർമേഷൻസുകളുടെയും ഒരു കോർഡിനേഷൻ ഈ ഫേമുകളിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നിലനിർത്താനായിട്ട് കഴിയുന്നത്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് നമുക്കറിയാം, കോസ്റ്റ് എത്രയാണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനും കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടിയാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്.
കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതും കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്നതും എന്തിനു വേണ്ടിയാണ്? ഫേമിൻ്റെ പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്യാൻ, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ, മാക്സിമം പ്രോഫിറ്റബിലിറ്റി ഏൺ ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ ഫേമിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ അതിൻ്റെ എല്ലാം അഡ്വാൻറ്റേജ് ഓവറോൾ ഫേമിന് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഫേമിന് ഈ പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് കഴിയുന്നത്. ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നിലനിർത്തുന്ന അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്ന ഫേമുകൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മോസ്റ്റ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻവെൻ്ററി വാല്യുവേഷൻ ആണ്. ഇൻവെൻ്ററി വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെൻ്ററിയിൽ ഇപ്പോൾ നമുക്ക് ഓൾറെഡി സ്റ്റോക്കുള്ള ഗുഡ്സുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് നടത്തിയതിന് ശേഷമാണ് നെക്സ്റ്റ് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള പുതിയതായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ നെസസിറ്റി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡേ ടു ഡേ അല്ലെങ്കിൽ കറണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പീരിയോഡിക്കൽ ബേസിൽ വാല്യുവേഷൻ സ്റ്റോക്കിൻ്റെ ഒരു വാല്യുവേഷൻ നടത്തുന്നുണ്ട് എന്നുള്ളത് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്കുള്ള ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ കോസ്റ്റിൻ്റെയും ഓരോ എലമെൻറ്റിൻ്റെയും കോസ്റ്റിനെ തിരിച്ചറിയേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് അറിയണം, ലേബറിൻ്റെ കോസ്റ്റ് അറിയണം, അതുപോലെ തന്നെ ഓവർ ഹെഡായിട്ട് വരുന്ന പ്രൊഡക്ഷൻ ഓവർ ഹെഡിൽ വരുന്ന കോസ്റ്റ് എത്ര എന്നുള്ളത് അറിയണം. അപ്പോൾ ഓരോ കോസ്റ്റ് എലമെൻറ്റ്സുകളെയും ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഇൻവെൻ്ററിയുടെ വാല്യുവേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്, ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. എന്താ വാല്യുവേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാനായിട്ടുള്ള കാരണം, നമുക്ക് സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലുള്ള സ്റ്റോക്കായിരിക്കും ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ആയിരിക്കില്ല പുതിയ വർഷത്തിലേക്ക് വാങ്ങിക്കുന്ന മെറ്റീരിയലിൻ്റെ പ്രൈസായിട്ട് വരുന്നത്. അതായത് കറണ്ട് ഇപ്പോഴത്തെ പ്രൈസ് ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ മെറ്റീരിയലിൻ്റെ പ്രൈസിനേക്കാളും ചിലപ്പോൾ എന്തായിരിക്കാം ഫ്ലക്ച്വേഷൻസുകൾ ഉണ്ടായിരിക്കാം. പ്രൈസ് ട്രെൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മെറ്റീരിയലിനേക്കാളും ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിരിക്കണം നെക്സ്റ്റ് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇൻവെൻ്ററിയിലുണ്ടാവുന്ന ആ വാല്യുവേഷൻ എത്രയാണെന്നുള്ളത് ഡേ ടു ഡേ അല്ലെങ്കിൽ മിക്കവാറും എല്ലാ സമയങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ഫേമുകൾക്ക് ഉണ്ടാവുന്നൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, നമുക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് ഇതിനോട് കൂടെ പറയാനുള്ളത് ഇൻവെൻ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇൻവെൻ്ററിയുടെ ഓവർ ഇൻവെൻ്ററി വന്നു കഴിഞ്ഞാലും അണ്ടർ ഇൻവെൻ്ററി വന്നു കഴിഞ്ഞാലും അതെല്ലാം ഫേമിൻ്റെ കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യും. ഓവർ ആയിട്ടുള്ള ഇൻവെൻ്ററി വരികയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ കോസ്റ്റാണ് വരുന്നത്. അതായത് പ്രൊഡക്ഷൻ ആവശ്യമുള്ള ഇൻവെൻ്ററിയേക്കാൾ കൂടുതലായിട്ട് വരുന്ന ഇൻവെൻ്ററി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും എക്സ്ട്രാ ആയിട്ട് വരുന്ന ഒരു കോസ്റ്റാണ്. ഇൻവെൻ്ററി എന്ന് പറയുന്ന ഒരു ഐറ്റത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ അറിയണം. അത് റോ മെറ്റീരിയൽ ആയിരിക്കാം, പ്യുവർ റോ മെറ്റീരിയൽ ആയിരിക്കാം, സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് ആയിരിക്കാം. ഈ 3 ലെവലിലുള്ള മെറ്റീരിയൽസ് ഇൻവെൻ്ററിയും നമ്മുടെ ഫേമിൽ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നൊരു കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ഇൻവെൻ്ററി എന്ത് ചെയ്യാനായിട്ട് പറ്റണം? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണം. ഇൻവെൻ്ററിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു പീരിയോഡിക്കൽ ബേസിൽ അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ടൈമിൽ ഒരു വാല്യുവേഷൻ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് കഴിയുന്നത് ആ ഫേമിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ്. അതേസമയം ഇൻവെൻ്ററിയുടെ ലെവൽ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇൻവെൻ്ററി മെയിൻറ്റെയിൻ കഴിയാതെ വരുന്നുണ്ടെങ്കിലും അത് ഫേമിന് ഒരു അൺഫേവറബിൾ സിറ്റുവേഷനാണ്. അതായത് മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ അതെന്തായി മാറാം? സ്റ്റോപ്പേജ് ഉണ്ടാവാം. അങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിലുണ്ടാകുന്ന ഡിമാൻഡിനനുസരിച്ച് കൊണ്ട് ഫേമിന് എന്ത് ചെയ്യാൻ കഴിയണമെന്നില്ല? ആ പ്രൊഡക്റ്റ് പ്രോംപ്റ്റ് ഡെലിവറി ചെയ്യാനായിട്ട് കഴിയണമെന്നില്ല. അങ്ങനെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡിനനുസരിച്ച് കൊണ്ട് പ്രൊഡക്റ്റ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവർ മറ്റുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാനായിട്ട് നിർബന്ധിതരായി മാറും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ചസുകൾ അല്ലെങ്കിൽ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ
സെയിൽസ് ഡിക്രീസ് ചെയ്യും, പ്രോഫിറ്റബിലിറ്റി ഡിക്രീസ് ചെയ്യും. അതെല്ലാം നമ്മുടെ ഫേമിന് അൺഫേവറബിൾ ആയിട്ടായിരിക്കും അത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോംപ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഒരു ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ഇൻവെന്ററി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പീരിയോഡിക്കൽ ബേസിൽ അതിൻ്റെ വാല്യുവേഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അണ്ടർ ഇൻവെന്ററി ആവാനും ഓവർ ഇൻവെന്ററി ആവാനും ചെയ്യാനും കഴിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻവെന്ററിയുടെ വാല്യുവേഷൻ കീപ്പപ്പ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു മെത്തേഡാണ് ഫേമുകളിൽ അപ്ലൈ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് അവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. നെക്സ്റ്റ് പറയുന്നത് 10th പോയിന്റ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആണ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി നമ്മുടെ മാനേജറിയൽ ഫംഗ്ഷനിൽ വരുന്ന ഒരു പോയിന്റ് ആണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയാനായിട്ട് കാരണം? അതായത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ് മാനേജറിയലായിട്ടുള്ള എല്ലാ ഡിസിഷൻസുകൾ എടുക്കുന്നത്. ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളാണ് അതായത് ഫങ്ഷൻസ് ചെയ്യുന്നത്. അതായത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, സെല്ലിംഗ് ഡിപ്പാർട്ട്മെന്റ്, അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് അവർക്ക് റിപ്പോർട്ടുകളായിട്ട് ആർക്ക് നൽകുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് നൽകുന്നത്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റുകൾക്കെല്ലാം അവരുടെ ഫങ്ഷൻസുകൾ സ്മൂത്തായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു അതോറിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഡെലിഗേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പവറുള്ള ഫേമുകളാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്ക് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് അത്ര സ്മൂത്ത് അല്ല, ഇഫക്റ്റീവ് അല്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്ന ഫേമുകളിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതും അത് ഫേമുകളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതുമാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്ന ഫേമുകൾക്ക് അത് മസ്റ്റാണ്. ഈ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അവിടെ ഉണ്ടായിരിക്കണം. കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ റിപ്പോർട്ടിനനുസരിച്ച് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്? കോസ്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ, ആക്ച്വൽ കോസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ ഫിക്സ് ചെയ്യാനായിട്ടൊക്കെ കഴിയുന്നത്. അപ്പോൾ ആ ഇൻഫർമേഷൻസുകൾ അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫങ്ഷൻസുകൾ നമുക്കുണ്ടായിരിക്കണം. ആ ഡിപ്പാർട്ട്മെൻറ്റിനെ ഫങ്ഷൻ ചെയ്യാനായിട്ട് മേലെ അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അവർക്ക് എന്ത് നൽകുന്നുണ്ട്? ഈ പറയുന്ന അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്ന എല്ലാ ഫേമുകളിലും എന്തുണ്ടായിരിക്കും? ഈ പറയുന്ന ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ സ്മൂത്തായിട്ട് അവിടെ റൺ ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആകാനുള്ളൊരു കാരണം. നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് കോൺഷ്യസ്നെസ് ആണ്. 11th പോയിന്റിൽ കോസ്റ്റ് കോൺഷ്യസ്നെസ്. കോസ്റ്റ് കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു ഫേമിൻ്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് മാക്സിമം പ്രോഫിറ്റബിലിറ്റി ആണ് വിത്ത് ലീസ്റ്റ് കോസ്റ്റ്. അപ്പോൾ കോസ്റ്റിന് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതല്ല, മാക്സിമം എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്? കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പ്രൊഡക്ഷനിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം, പക്ഷെ അതേസമയം കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനും കഴിയണം. അങ്ങനെ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ല രീതിയിൽ ആ പ്രൊഡക്റ്റിൻ്റെ പോളിസീസുകൾ, ആ പ്രൊഡക്ഷൻ്റെ ഡിസൈന്, ആ പ്രൊഡക്ഷന് ആവശ്യമായി വരുന്ന എക്സ്പെൻസുകൾ അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയണം. അതിനൊരു ഡിസൈൻ ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ ഏത് ഫേമുകളിലാണോ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്ത് ആ ഫേമുകളിലെല്ലാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ കോസ്റ്റ് എലമെൻറ്റുകളുടെയും കോസ്റ്റിനെ കുറിച്ചുള്ള ഒരു കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അവെയർനെസ് അവർക്ക് ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ ആക്ച്വൽ കോസ്റ്റ് എത്രയാണെന്നുള്ളതും ബഡ്ജറ്റ് കോസ്റ്റ് എത്രയാണെന്നുള്ളതും ടാർഗറ്റ് ചെയ്യുന്ന കോസ്റ്റ് എത്രയാണെന്നുള്ളതും എസ്റ്റിമേറ്റഡ് ആയിട്ട് വരുന്ന കോസ്റ്റ് എത്രയാണെന്നുള്ളതെല്ലാം തിരിച്ചറിയാനായിട്ട് കഴിയുള്ളൂ. ആക്ച്വലി നമ്മുടെ കോസ്റ്റ് എന്തായിരിക്കണം? സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കുറവായിരിക്കണം. ഇപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വേരിയേഷൻസുകൾ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാളും ആക്ച്വൽ കോസ്റ്റ് കുറയണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ പ്രൊഡക്ഷൻ പോളിസി, എങ്ങനെയാണോ പ്രൈസിങ് പോളിസി, എങ്ങനെയാണോ പ്രോസസ്സിങ് പ്രൊസീജിയർ, ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഏതൊരു മേഖലയിലും കോസ്റ്റിനെ കുറിച്ചുള്ള ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്ന ഫേമുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓരോ അതോറിറ്റികൾക്കും, ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആവട്ടെ, സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആവട്ടെ,
പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അവരുടെ ഫങ്ഷൻസുകളെല്ലാം കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, അതേസമയം മാക്സിമം സ്റ്റാൻഡർഡൈസ്ഡ് ആക്കി മാറ്റുക. ആ ഒരു ടെക്നിക്കായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും അവിടെയുള്ള എക്സിക്യൂട്ടീവ്സിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ് കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യണമെന്നുള്ളതും കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ടെക്നിക്സുകൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതും അതേസമയം സ്റ്റാൻഡർഡൈസ്ഡ് ആക്കണം എന്നുള്ളതും. അപ്പോൾ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ശരിക്കും കോസ്റ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ആക്ച്വലി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് മോട്ടിവേഷനാണ്. എന്താ മോട്ടിവേഷൻ എന്ന് പറയാനായിട്ടുള്ള കാരണം? മോട്ടിവേഷൻ എന്ന് പറയാനായിട്ടുള്ള കാരണം, അതായത് എംപ്ലോയീസിനെ സംബന്ധിച്ച് എപ്പോഴും എംപ്ലോയീസിന് ഒരു മോട്ടിവേഷനാണ്. കോസ്റ്റിന് റെഡ്യൂസ് ചെയ്യുന്നതോറും നമുക്ക് മാക്സിമം പ്രോഫിറ്റബിലിറ്റി ഏൺ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റബിലിറ്റി എപ്പോഴും ഫേമിൻ്റെ പ്രസ്റ്റീജിനെയാണ്, അല്ലെങ്കിൽ അതിലുള്ള എംപ്ലോയീസിനാണ്, അല്ലെങ്കിൽ അതിലുള്ള വരുന്ന മെമ്പേഴ്സിന് തന്നെയാണ് ഏറ്റവും യൂസ്ഫുള്ളായി മാറുന്നത്. അതിൻ്റെ യൂട്ടിലിറ്റി ആർക്കായിരിക്കും? ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന് തന്നെയാണ്. അത് മാക്സിമം അവർക്ക് ഇൻസെൻറ്റീവ്സായിട്ടോ ബോണസ് ആയിട്ടോ അല്ലെങ്കിൽ സാലറീസുകളായിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ് ആയിട്ട് അവർക്ക് നൽകുന്നതാണ്. അത് ശരിക്കും ഈ പറയുന്ന എംപ്ലോയീസിനാവട്ടെ, മെമ്പേഴ്സിനാവട്ടെ, മറ്റുള്ള എക്സിക്യൂട്ടീവ്സിനാവട്ടെ അതൊരു മോട്ടിവേഷനായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. നെക്സ്റ്റ് പറയുന്നത് ഫിക്സേഷൻ ഓഫ് പ്രൈസസ് ആണ്. ഫിക്സേഷൻ ഓഫ് പ്രൈസസിൽ പറയുന്നത് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഹെൽപ്ഫുൾ ആണ്. എന്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഹെൽപ്ഫുൾ ആണെന്ന് പറയാനായിട്ടുള്ള കാരണം, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ എപ്പോഴും ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള വേരിയേഷൻ ആണ്. അപ്പൊ ആക്ച്വൽ കോസ്റ്റ് എത്രയാണ്? ഫോർ എക്സാമ്പിൾ പറയുന്നത് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 100 rupees ആണ് എന്നുണ്ടെങ്കിൽ, ആക്ച്വൽ കോസ്റ്റ് 100 rupees ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് പറയുന്നത് ഒരു 125 ആണ്. അപ്പൊ 125 രൂപയെങ്കിലും നമുക്ക് എന്താവാം? ഒരു പ്രൊഡക്ഷൻ ആവാം. പക്ഷെ ഇപ്പോൾ വന്നിട്ടുള്ള നമുക്ക് എത്രയാണ്? ആക്ച്വൽ കോസ്റ്റ് 100 രൂപയാണ്. അപ്പോൾ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ 100 rupees കവർ ചെയ്യുന്ന രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് കഴിയും. കാരണം ആ പ്രൈസിനെ, കോസ്റ്റിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രോഫിറ്റബിലിറ്റിയും കൂടെ ഏൺ ചെയ്യുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സെല്ലിംഗ് പ്രൈസിനെ ഫിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയത് എന്തുകൊണ്ടാണ്? ആക്ച്വൽ കോസ്റ്റിനെ നമ്മൾ കണ്ടത് കൊണ്ടാണ്. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് നമുക്ക് എങ്ങനെ കിട്ടിയത്? ആ പ്രൊഡക്ഷൻ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയപ്പോൾ അതിന് വരുന്ന എക്സാക്ട് കോസ്റ്റ് എത്രയെന്ന് മനസ്സിലായി. പക്ഷെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരുന്നു. അതായത് ഇതിൻ്റെ പ്രൈസിന് വരാവുന്ന ചാർജ്, ലേബർ ചാർജ് വരുന്നത്, ആ പ്രൊഡക്ഷൻ പ്രോസസ്സിങ്ങിൽ വരുന്ന ചാർജ്, ഇതൊക്കെ നമ്മൾ മാക്സിമൈസ് ചെയ്തുകൊണ്ട് ഒരു ഫിക്സേഷൻ ചെയ്തിരുന്നു. അത് 125 ആണ്. പക്ഷെ ഫേമിൻ്റെ പെർഫോമൻസിൻ്റെ ബെറ്റർ ആയിട്ടുള്ളൊരു എഫിഷ്യൻസി ഉള്ളത് കൊണ്ട് നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 100 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ബെറ്റർ ആയിട്ടുള്ളൊരു എഫിഷ്യൻസി, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പെർഫോമൻസ് ഉള്ളത് കൊണ്ടാണ് ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ ബിലോ ആയി വന്നുള്ളത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസുകളിൽ ഫേമിന് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിരിക്കും ഉണ്ടാവുന്നത്. പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ആക്ച്വലി ഏത് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രൈസിൻ്റെ ഫിക്സേഷനിൽ നമുക്ക് മാർക്കറ്റിലുണ്ടാകുന്ന ഡിമാൻഡ്, കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ്, പ്രിഫറൻസ്, നമ്മുടെ ഇപ്പോഴത്തുള്ള പ്രോംപ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ്, ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് പ്രൈസിനെ ഫിക്സ് ചെയ്യുന്നത്. ടോട്ടലി അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും നോക്കും, അതേസമയം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ പ്രൈസ് എത്ര എന്നുള്ളത് നോക്കും. ഇതൊക്കെ നോക്കുമ്പോഴും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കോസ്റ്റിംഗ് ടെക്നിക്ക് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഈ പറയുന്ന ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ മാറുന്നത്. അപ്പോൾ പ്രൈസിങ് പോളിസി ഫിക്സ് ചെയ്യുന്നതിൽ, പ്രൊഡക്റ്റ് പോളിസീസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇതെല്ലാം ഹെൽപ്ഫുൾ ആകുന്ന ഒരു മെത്തേഡാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അതിൻ്റെ ലിമിറ്റേഷൻസുകളുണ്ട്. ഇത്രയൊക്കെ പറയാന്നുണ്ടെങ്കിലും അതിൻ്റെ ലിമിറ്റേഷൻസുകൾ കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ലിമിറ്റേഷൻ ഓഫ് ദി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. ഒരുപാട് അഡ്വാൻറ്റേജസുകൾ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലുണ്ടെന്നുണ്ടെങ്കിലും ചില ഡിഫിക്കൽട്ടീസുകൾ ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പല ഫേമുകളിലും അല്ലെങ്കിൽ പല സിറ്റുവേഷൻസുകളിലും ഫേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിഫിക്കൽട്ടീസുകളാണ് ഇവിടെ ഡിമെറിറ്റ്സുകളായിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്ന പോയിന്റുകൾ. നമ്പർ 1, ഡിഫിക്കൽട്ടി ഇൻ ഫിക്സിങ് സ്റ്റാൻഡേർഡ്.
ഫസ്റ്റ് പോയിന്റാണ് സ്റ്റാൻഡേർഡുകൾ ഫിക്സ് ചെയ്യുന്നതിൽ. അതായത് ഇപ്പോൾ പ്രൈസിൻ്റെ മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ്, പ്രൈസ് ഫിക്സിങ് ഓഫ് ദി മെറ്റീരിയൽ, ലേബറിന് വരുന്ന കോസ്റ്റ്, ഓരോ കോസ്റ്റ് എലമെൻസുകളും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസുകളിൽ ഓരോ എലമെൻറ്റിൻ്റെയും കോസ്റ്റിന് എങ്ങനെ ആയിരിക്കും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് വളരെ ഡിഫിക്കൽട്ടി ആണ് എന്നുള്ളതാണ്. ലേബർ കോസ്റ്റ്, അതുപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റ്, ഓവർ ഹെഡ് കോസ്റ്റ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് നമ്മൾ ടെക്നിക്കലായിട്ടുള്ള ഒരു എസ്റ്റിമേഷനാണ്. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള സ്കിൽസുകൾ നമുക്ക് ആവശ്യമായിട്ട് വരികയാണ്. അതെല്ലാ ഫേമുകളിലും അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് അത്രയും ഫേവറബിൾ ആയിട്ടുള്ളതല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് പറയുന്നത്. നമ്പർ 2, ഫ്രീക്വൻറ്റ് റിവിഷൻസുകളാണ്. ഫ്രീക്വൻറ്റ് റിവിഷൻസുകൾ. എന്താ ഫ്രീക്വൻറ്റ് റിവിഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ സിറ്റുവേഷൻ ആയിക്കഴിഞ്ഞാലും പല ബൂം ഡിപ്രഷൻ ആയിട്ടുള്ള പല പീരീഡ്സുകൾ ഉണ്ടായിരിക്കാം. ട്രെൻഡ്സുകൾ, മാർക്കറ്റിലുണ്ടാവുന്ന ട്രെൻഡ്സുകൾ, ഫ്ലക്ച്വേഷൻസുകൾ, ഇതെല്ലാം ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും പീരിയോഡിക്കലായിട്ടുള്ള പല ചേഞ്ചസുകൾക്കും വിധേയമായിക്കൊണ്ട് സ്റ്റാൻഡേർഡുകളെ ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. അതും ഒരേ സമയം ഫേമിന് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്ന ഫേമുകൾക്ക് എന്തായിട്ട് വരും, ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് വരും. സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുമ്പോൾ ഈ റിവിഷൻസുകളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റിവിഷൻസുകളെ ഇല്ലാതാക്കിക്കൊണ്ട് സ്റ്റാൻഡേർഡിനെ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലേബർ കോസ്റ്റ്, ഇപ്പോൾ ലേബറിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ലേബർ റൂൾസുകൾ, അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻസുകളുടെ ഡിസിഷൻസുകൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഫേമുകൾ ഈ സെയിം എംപ്ലോയീസിന് കൊടുക്കുന്ന വേജസുകൾ മറ്റുള്ള ഫേമുകളിൽ നൽകുന്നത് എത്രയാണ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫേമുകളിൽ എത്രയായിരിക്കും നൽകുന്നത്. അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ചസുകൾ വരാം. അപ്പം ഒരു ലേബർ കോസ്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷൻസുകളിലെല്ലാം നമുക്ക് ആ റിവിഷൻസുകൾ കൂടെ പരിഗണിക്കാതെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അൺഫേവറബിൾ ആണ്. അല്ലെങ്കിൽ നമുക്കത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് കൺട്രോളിങ് അത്ര ഇഫക്റ്റീവ് ആവുന്നില്ല. അപ്പോൾ ഇതും ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് ഫേം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അൺസ്യൂട്ടബിൾ ആണ്. അൺസ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇഫക്റ്റീവായിട്ടുള്ള ടെക്നിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ എല്ലാ പ്രോസസ്സുകൾക്കും എല്ലാ പ്രൊഡക്ഷൻസുകൾക്കും ഈ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യണമെന്നില്ല. കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് അത് സ്യൂട്ടബിൾ അല്ല. അത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ലാർജ് ക്വാണ്ടിറ്റിയിൽ സെയിം ടൈപ്പുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേമുകൾ, മാനുഫാക്ചറിങ് ഫേമുകളാവട്ടെ അല്ലെങ്കിൽ സർവീസ് ആയിട്ടുള്ള ഫേമുകളാവട്ടെ, അവിടേക്കാണ് ഈ പറയുന്ന ടെക്നിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എല്ലാ ഫേമുകളുടെയും എല്ലാ പ്രോസസ്സിങ്ങുകൾക്കും അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡല്ല, സ്യൂട്ടബിൾ ആയിട്ടൊരു മെത്തേഡല്ല സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ്ലി ആണ്. കോസ്റ്റ്ലി എന്ന് പറയാനായിട്ടുള്ള കാരണം അത് ലാർജ് ഫേമുകളൊക്കെ ആയിരിക്കുമ്പോൾ ലാർജ് വോളിയം ഓഫ് പ്രൊഡക്ഷനാണ് നടക്കുന്നത്. അവിടുത്തെ പ്രൊഡക്ഷൻ പ്രോസസ് ആയി കഴിഞ്ഞാലും ഏത് പ്രൊഡക്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള പ്രൊഡക്റ്റ് ലൈൻസുകളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ലാർജ് വോളിയം ഓഫ് പ്രൊഡക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഫേമുകൾക്ക് അത് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരിക്കും. സ്മോൾ ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പക്ഷേ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അങ്ങനെയുള്ള കേസുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഫേമുകൾക്ക് ഈ കോസ്റ്റിനെ അഫോർഡ് ചെയ്യുക എന്ന് പറഞ്ഞത് അത്രയും ഒരു ഫേവറബിൾ അല്ല. അതുകൊണ്ട് കോസ്റ്റ്ലി ആണ് എന്ന് പറയുന്നതും ഒരു ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറബിൾ ആണ്, ഫെയിലർ എന്നുള്ളതാണ്. എന്താ ഫെയിലർ എന്നുള്ളത് പറയാനായിട്ടുള്ള കാരണം നമുക്ക് ഏതൊരു ഫേമിനായി കഴിഞ്ഞാലും അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ടാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് അവിടുത്തെ ഓരോ ഡിസിഷൻസുകളും അല്ലെങ്കിൽ ഏതൊരു ഫങ്ഷൻസിൻ്റെയും സക്സസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന ഡീവിയേഷൻ എത്രമാത്രം വേരിയേഷൻസുകൾ ഓരോ പ്രൊഡക്ഷൻ പ്രോസസ്സുകളിൽ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ പ്രൈസുകളിൽ ലേബർ കോസ്റ്റുകളിലൊക്കെ വന്നിട്ടുണ്ടോ അതിനെല്ലാം നമ്മൾ ആദ്യം തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ആക്ച്വൽ കോസ്റ്റിൽ എത്രമാത്രം വേരിയേഷൻസുകളുണ്ട് ആ വേരിയേഷൻസുകൾ മനസ്സിലാക്കി. അപ്പോൾ എന്താണ് ഡീവിയേഷൻസുകൾക്കുള്ള കാരണമെന്ന് മനസ്സിലാക്കി. അത് റിപ്പോർട്ടിംഗ് ചെയ്തു. ആ റിപ്പോർട്ട്
ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കാനായിട്ട് ഒരു മാനേജ്മെന്റ് സപ്പോർട്ട് ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളെടുത്ത എല്ലാ വർക്കുകളും അത് മെയിനായിട്ടും എന്തായി മാറും, അതിനൊരു ഉപയോഗം ഇല്ലാതായി മാറും. അപ്പോൾ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും എന്തുണ്ടായിരിക്കണം, മാനേജ്മെന്റ്, ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നുള്ളത് അതിന്റെ സക്സസിനേക്കാൾ പുറമെ അതെന്തായിരിക്കും, ഫെയിലർ ആയിരിക്കും ഉണ്ടാകുന്നത്. അതാണ് ഫെയിലർ ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് അല്ലെങ്കിൽ ഡീമെറിറ്റ് ആയിട്ട് പറയാനുള്ള കാരണം. നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ പ്രോബ്ലം ആണ്. ലേബർ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലേബറിന്റെ കോസ്റ്റ് എന്ന് പറയുന്നതും നമ്മളൊരു കോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു എലമെന്റ് കൂടെ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇഫ് ദ സ്റ്റാൻഡേർഡ്സ് ആർ നോട്ട് accurate and unreliable, it may lead to the psychological effect. ഇപ്പോൾ ലേബർ കോസ്റ്റുകളൊക്കെ എടുക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുള്ള ലേബർ കോസ്റ്റുകളിൽ ലേബേഴ്സിന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ കൂടെ ആയിരിക്കണം അത് സെറ്റ് ചെയ്യുന്നത്. എപ്പോഴാണ് ലേബേഴ്സിന് നമുക്ക് സ്റ്റാൻഡേർഡ് ഫേവറബിൾ ആകുന്നത്, ഇപ്പം ലേബേഴ്സ് ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അവർക്ക് എന്ത് കിട്ടണം, ലേബർ ചാർജ് കിട്ടിയിരിക്കണം. പക്ഷെ അങ്ങനെ ലേബർ ചാർജ് നമുക്ക് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ആക്ച്വൽ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ അത് ഫിക്സ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷൻസുകളിൽ എല്ലാ ലേബേഴ്സിനും അവരുടെ ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്താവണമെന്നില്ല, സാറ്റിസ്ഫൈഡ് ആവണം എന്നില്ല. അതൊരു അവർക്ക് ഈ പറയുന്ന എംപ്ലോയീസിനിടയിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പം ലേബറിൻ്റെ ചാർജ് ഫിക്സ് ചെയ്യുന്ന സമയങ്ങളിൽ ചില കേസുകളിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ റൂൾസുകൾ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസുകളുടെ ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ ഇതുപോലുള്ള മറ്റു സ്ഥാപനങ്ങളിൽ ആ ലേബേഴ്സിന് നൽകുന്ന ചാർജ്, ഇതൊക്കെ നോക്കിക്കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ചില കേസുകളിൽ ലേബർ സ്റ്റാൻഡേർഡുകൾ കോസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അൺറിലയബിളായി വന്നു കഴിഞ്ഞാലും ആക്യുറേറ്റ് അല്ലാതെ വന്നു കഴിഞ്ഞാലും അതെല്ലാം ഫേമിൻ്റെ എംപ്ലോയീസിന് അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അവരുടെ ഒരു ഡിമോട്ടിവേഷന് കാരണമാകാം എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ടി ആയിട്ടാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ പറയുന്നത്. കാരണം ലേബർ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കോസ്റ്റ് തന്നെയാണ്. പക്ഷെ കോസ്റ്റിന് സ്റ്റാൻഡേർഡായിട്ട് ലേബർ കോസ്റ്റിന് എടുക്കുമ്പോൾ ചില കേസുകളിൽ നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷൻസുകളെ പരിഗണിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അത് ലേബേഴ്സിനോട് കാണിക്കുന്ന ഒരു എന്തായിരിക്കും, ഒരു അവരോടൊരു ഇംപാർഷ്യാലിറ്റി ആയിട്ട് മാറും. അതാണ് അവരുടെ ഡിമോട്ടിവേഷന് കാരണം അല്ലെങ്കിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷന് കാരണം. അത് അവരുടെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും, അത് നമ്മുടെ പ്രൊഡക്ഷനെ അത് അഫക്റ്റ് ചെയ്യും, നമ്മുടെ ഫേമിൻ്റെ ഇഫക്റ്റീവ്സിനെ അത് അഫക്റ്റ് ചെയ്യും. അതൊക്കെ ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. നെക്സ്റ്റ് അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ മൊറൈൽ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് റിക്വയേഴ്സ് കോപ്പറേഷൻ അറ്റ് ഓൾ ലെവൽസ്. നമുക്കറിയാം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഫങ്ഷൻസുകളെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോർഡിനേഷൻസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടുമ്പോൾ മാത്രമാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ മെറ്റീരിയൽസുകൾ കളക്ട് ചെയ്യാനായിട്ട് കഴിയുക, അല്ലെങ്കിൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനുള്ള ഓർഡറുകൾ നൽകാനായിട്ട് കഴിയുക, ഏത് ടൈപ്പിലുള്ള മെറ്റീരിയൽസുകൾ വാങ്ങിക്കണമെന്നുള്ളത് പറയാനായിട്ട് കഴിയുക. എല്ലാം ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള റിക്വസ്റ്റ് പ്രകാരമാണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫങ്ഷൻസുകളെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ ദ മൊറൈൽ ആണ് പറയുന്നത്. ഇപ്പോൾ എംപ്ലോയീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആക്ച്വൽ കോസ്റ്റിന് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയണം. കോസ്റ്റിന് റിഡക്ഷൻ ചെയ്യുന്ന ടെക്നിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസുകളിൽ ആ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ കഴിയാതെ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോസ്റ്റ് കോൺഷ്യസ് കുറവായി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ എംപ്ലോയീസിനുണ്ടാകുന്ന അവർക്ക് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അവരോടുണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആയിട്ട് മാറുകയും അവരുടെ മൊറൈലിനെ അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും.
ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള ഡിഫക്റ്റ് ആയിരിക്കും എംപ്ലോയീസിൻ്റെ ഇടയിൽ ഉണ്ടാകാൻ സാധ്യത എന്നുള്ളത് അതിൻ്റെ ഒരു ചെറിയൊരു ഡീമെറിറ്റ് ആയിട്ടാണ് പറയുന്നത്. ആക്ച്വലി ഒരുപാട് അഡ്വാൻറ്റേജസുകൾ, ചില ഡീമെറിറ്റ്സുകൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളത് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എന്താ പറയുക, മാനുഫാക്ചറിങ് ഫേമുകളിൽ, അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്ന ഓൾമോസ്റ്റ് ഫേമുകളിലും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് തന്നെയാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന് ഇത്രയേറെ അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ അപ്ലിക്കബിലിറ്റി ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സുകൾ ആ ഫേമുകളിൽ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് അപ്ലിക്കബിലിറ്റി ഓഫ് ദി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതും ഏതെല്ലാം ഫേമുകളിൽ ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ പറയുന്ന ഫസ്റ്റ് ടോപ്പിക്. ദാറ്റ് ഈസ് ദ അപ്ലിക്കബിലിറ്റി ഓഫ് ദി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. ഫസ്റ്റ് വൺ പറയുന്നത് there should be a production of sufficient volume of some products are standardized. സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം, അതേസമയം ഒരു സഫിഷ്യൻറ്റ് വോളിയത്തിലായിരിക്കണം, ഇത്രയും ക്വാണ്ടിറ്റിയിലായിരിക്കണം ആ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നത്. അങ്ങനെ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി ഹ്യൂജ് ആയിട്ടുള്ള റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള നേച്ചറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേസമയം സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആകേണ്ടതുമായിട്ടുള്ള ഫേമുകളിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. നമ്പർ 2, the method, operation and process should be capable of the standardized. അവിടെയുള്ള പ്രൊഡക്ഷൻ പോളിസി, പ്രൊഡക്ഷൻ പ്രോസസ്സിംഗ്, പ്രൊഡക്ഷൻ മെത്തേഡ് ഇതെല്ലാം സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസുകൾ, സിമെൻറ്റ് ഇൻഡസ്ട്രീസുകൾ, പേപ്പർ ഇൻഡസ്ട്രീസുകൾ, ഇതൊക്കെ എക്സാമ്പിൾസുകളാണ് പറയുന്നത്. അപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ മെത്തേഡ്, പ്രൊഡക്ഷൻ പ്രൊസീജിയർ, ഓപ്പറേഷൻസുകൾ ഇതെല്ലാം ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്, സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഫേമുകളിലും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ്, ദ കോസ്റ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ബീയിങ് കൺട്രോൾഡ്. കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാവുന്ന ഫേമുകളിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഈ പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എല്ലാ ഓപ്പറേഷൻസുകളിലും എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസുകളിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാനുഫാക്ചറിങ് ഫേമുകളിലാണ്. അത് സർവീസ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ ബാങ്കിങ്, ട്രാൻസ്പോർട്ടേഷൻ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ മാനുഫാക്ചറിങ് ഫേമുകളിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള നേച്ചറിൽ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതേസമയം അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കേണ്ടതുമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കേണ്ടതുമായിട്ടുള്ള ഫേമുകളിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളിൽ ഈ പറയുന്ന ലെവൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, സിമെൻറ്റ് ഇൻഡസ്ട്രി, പേപ്പർ ഇൻഡസ്ട്രി, പെയിൻറ്റ്, കെമിക്കൽ, ടൊബാക്കോ, റബ്ബർ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസുകളിലൊക്കെ എന്തുപയോഗിക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ നെക്സ്റ്റ് പറയാനുള്ളത് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഓരോ ഫേമുകളിലും എന്തെല്ലാം പ്രൊസീജിയേഴ്സുകളാണ് ഫോളോ ചെയ്യുന്നത്. ആ പ്രൊസീജിയേഴ്സുകളാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നമുക്കറിയാം എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നറിയാം. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ ഇറ്റ് ഈസ് എ പ്രീ ഡിറ്റർമിനേഷൻ ഓഫ് എ കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ആൻഡ് കമ്പയർ വിത്ത് ദി ആക്ച്വൽ കോസ്റ്റ് ആൻഡ് ഐഡൻറ്റിഫൈ ദി വേരിയേഷൻ ആൻഡ് ടേക്കിംഗ് ദ റെമഡിയൽ ആക്ഷൻ ബൈ ദ മാനേജ്മെൻറ്റ്. ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ഫേമുകളും ഫോളോ ചെയ്യുന്ന ഒരു റൂളുകളുണ്ട്, അല്ലെങ്കിൽ ആ ഫോർമാലിറ്റീസുകളുണ്ട്. അതാണ് ഞാനിവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി കോസ്റ്റ് സെൻറ്റർ. ആദ്യമായിട്ട് എന്ത് ചെയ്യണം, കോസ്റ്റ് സെൻറ്ററിനെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യണം. ഒരു കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കോസ്റ്റ് സെൻറ്റർ മേ ബി ലൊക്കേഷൻ or a person that the cost may be ascertained. കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യുന്ന ഒരു സെൻറ്റർ അല്ലെങ്കിൽ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ഫിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഓരോ പ്രൈസുകളും ഓരോ ഫ്ലക്ച്വേഷൻസുകൾക്കനുസരിച്ച് കൊണ്ടും ഒരു പ്രത്യേകമായി ഒരു വ്യക്തിയാണ് അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു കോസ്റ്റ് സെൻറ്ററാണ്.
അപ്പോൾ ആദ്യമായിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ചെയ്യുന്ന ഫേമുകളിൽ ഇങ്ങനെ ഒരു കോസ്റ്റ് സെൻറ്ററിന് എന്ത് ചെയ്തിരിക്കണം, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് സെൻറ്ററിൽ കോസ്റ്റിനെ എസർട്ടൈൻ ചെയ്യാനും കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനും കഴിയും. അതായത് മെറ്റീരിയൽസിൻ്റെ പ്രൈസിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നോളജ് ആർക്കുണ്ടായിരിക്കും, ഈ കോസ്റ്റ് സെൻറ്ററിൽ ഉണ്ടായിരിക്കും. അപ്പോൾ കോസ്റ്റിനെ എസർട്ടൈൻ ചെയ്യാനും കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനും ഈ കോസ്റ്റ് സെൻറ്റേഴ്സുകൾക്കാണ് കേപ്പബിൾ ആകുന്നത്. That is first step. Number 2, classification and codification of the accounts. Classification and codification of accounts. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ കോസ്റ്റ് എലമെൻറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഇൻഫോർമേഷൻസുകളൊക്കെ നമുക്ക് എങ്ങനെയാണ് അവൈലബിൾ ആകുന്നത്, അതിൻ്റെ റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കും, അതിൻ്റെ അക്കൗണ്ട്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള കോസ്റ്റുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി, അതിനെ കുറേ കൂടെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഓരോ ടൈപ്പിലുള്ള കോസ്റ്റുകളെയും ക്ലാസിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കോഡിഫിക്കേഷൻസുകൾ ചെയ്യുന്നു. അപ്പോൾ കോഡിഫിക്കേഷൻസുകളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്, അതിൻ്റെ സിമ്പിൾസുകളൊക്കെ കൊടുത്തുകൊണ്ട് ഓരോ കോസ്റ്റുകളെയും അസർട്ടൈൻ ചെയ്യുന്നതിന്, തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അത് കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യാനും കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഉള്ളൊരു മെത്തേഡായിട്ടാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് ഈ അക്കൗണ്ടിങ് കോസ്റ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത്, അപ്പോൾ ഇവിടെ അക്കൗണ്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ അടങ്ങിയിട്ടുള്ള അക്കൗണ്ടുകളാണ്. അത് നമുക്ക് ഓരോ കോസ്റ്റിനെയും വേർതിരിച്ചറിയുന്നതിന് ഹെൽപ്ഫുൾ ആകുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ നൽകുന്നത്. നെക്സ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ആണ്. എന്താ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു പ്രീ ഡിറ്റർമിനേഷനാണ്, ഒരു യാർഡ് സ്റ്റിക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മെഷർ ചെയ്യാനുള്ള ഒരു ടൂളാണ്. അപ്പോൾ ഓരോ കോസ്റ്റിനെയും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് അല്ലേ, അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് തന്നെ നോക്കുമ്പോൾ കറണ്ട് ആയിട്ടുള്ള പ്രൈസ്, പ്രീവിയസ് ആയിട്ടുള്ള പ്രൈസിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസുകൾ, അതേസമയം ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് വരുന്ന പ്രൈസ്. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ആ പ്രൈസും മെറ്റീരിയൽസിൻ്റെ ഒരു സ്റ്റാൻഡേർഡാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ മെറ്റീരിയൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് ഫാക്ടേഴ്സുകളുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളുണ്ട്. അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ, അതിനെല്ലാം കൺസിഡർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു സ്റ്റാൻഡേർഡിനെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ മെറ്റീരിയൽസിന് മാത്രമല്ല ഒരു കോസ്റ്റ് വരുന്നത്, ഒരുപാട് കോസ്റ്റുകൾ അതറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓരോ കോസ്റ്റുകളുടെയും എന്ത് ചെയ്തിരിക്കണം, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ദ തേർഡ് പോയിന്റ്. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് അസർട്ടൈൻമെന്റ് ഓഫ് ദി ആക്ച്വൽ കോസ്റ്റ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റ് എത്ര എന്നുള്ളത് അസർട്ടൈൻ ചെയ്യണം. ആക്ച്വൽ കോസ്റ്റ് നമുക്ക് എപ്പോഴും അസർട്ടൈൻ ചെയ്യാനായിട്ട് കഴിയുന്നത്, നമ്മുടെ കോസ്റ്റ് ഒരു പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആക്ച്വലി അതിന് എത്ര കോസ്റ്റ് വന്നു എന്നുള്ളത് അസർട്ടൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ പ്രൈം കോസ്റ്റ് എത്രയാണ്, ഫാക്ടറി കോസ്റ്റ് എത്രയാണ്, ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണ്, ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് ടോട്ടൽ കോസ്റ്റ്, അതിൻ്റെ ആക്ച്വൽ കോസ്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുക എന്നുള്ളതല്ല, അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലെ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് പറയുന്നത്. അനദർ വൺ, കമ്പാരിസൺ ഓഫ് ദി സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ്. അപ്പോൾ നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് ഇപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആക്ച്വലി നമ്മുടെ പ്രൊഡക്ഷന് വന്നിട്ടുള്ള കോസ്റ്റ് എത്ര എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റുമായിട്ട് അതിനെന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. അതാണല്ലോ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്, കോസ്റ്റിന് എത്രമാത്രം വേരിയേഷൻ ഉണ്ട് എന്നുള്ളത് അറിയാനായിട്ട്. എന്നിട്ട് വേണം കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് സ്റ്റേജിൽ കമ്പാരിസൺ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ആണ് ചെയ്യുന്നത്. അനദർ വൺ പറയുന്നത് അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ്. എന്തിനാ അനാലിസിസ് ഓഫ് വേരിയൻസ് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ വേരിയേഷൻസുകൾ ഉണ്ടാവാം. വേരിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഡീവിയേഷനാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ ആക്ച്വൽ കോസ്റ്റ് കൂടുതലാവാം, ചിലപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ ആക്ച്വൽ കോസ്റ്റ് എന്ത് ചെയ്യാം, വളരെ കുറയാം. അപ്പോൾ കുറയാണെന്നുണ്ടെങ്കിൽ എന്താ പ്രോബ്ലം വരുന്നില്ല. പക്ഷെ നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കൂടുതലാകുന്ന കേസുകളിൽ എപ്പോഴും നമ്മളൊരു ഇൻഎഫിഷ്യൻസിയാണ് കാണുന്നത്, കോസ്റ്റ് എക്സീഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്.
ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണോ എന്നുള്ളത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതിന് അനാലിസിസിന് എന്ത് ചെയ്യണം, വിധേയമാകണം. ഏതൊരു സിറ്റുവേഷൻസുകളെയും നമ്മൾ അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അറിയാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റിനെ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്, പ്രീ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പ്രീ ഡിറ്റർമിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വൽ കോസ്റ്റും ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള വേരിയേഷൻസുകളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, ഇൻഡെപ്ത് തന്നെ ആയിട്ട് അനലൈസ് ചെയ്യണം. ദാറ്റ് ഈസ് ദ അനാലിസിസ് ഓഫ് ദി വേരിയൻസ്. ലാസ്റ്റ് സ്റ്റേജ് പറയുന്നത് റിപ്പോർട്ടിംഗ് ടു ദി മാനേജ്മെൻറ്റ്. റിപ്പോർട്ടിംഗ് ടു ദി മാനേജ്മെൻറ്റ് നമുക്കറിയാം, ഏതൊരു ഫേമിൻ്റെയും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് കിട്ടുന്ന ഇൻഫർമേഷൻസുകൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് അവർക്ക് അതിലുള്ള റെമഡിയൽ ഡിസിഷൻസുകൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ എന്ന് പറയുന്നത് ആക്ച്വൽ കോസ്റ്റ് കൂടുതലാവുകയാണ് എന്നുണ്ടെങ്കിൽ, സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേമിന് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ആ മാർഗങ്ങൾ നിർദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അത് ചെയ്യാനായിട്ട് കഴിയില്ല. അവർക്ക് അതിനെ സജസ്റ്റ് ചെയ്യാം, പക്ഷെ ഡിസിഷൻസുകൾ എടുക്കേണ്ടത് എപ്പോഴും ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ആ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് നൽകുക എന്നുള്ളതും റെമഡിയൽ ആയിട്ടുള്ള ആക്ഷൻസുകൾ എടുക്കാനായിട്ടാണ് ഈ റിപ്പോർട്ടുകൾ നൽകേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റിപ്പോർട്ടിംഗ് ഓഫ് വേരിയൻസ് ടു ദി മാനേജ്മെൻറ്റ് ആ ഒരു റിപ്പോർട്ടിൻ്റെ ബേസിൽ സജഷൻസുകളെല്ലാം ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വളരെ കളക്റ്റീവായിട്ടുള്ള മെഷേഴ്സുകൾ അപ്ലൈ ചെയ്യുകയും കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്കുകൾ അവിടെ സ്ട്രാറ്റജീസുകൾ അപ്ലൈ ചെയ്യുകയും ചെയ്യും. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണോ ആ കോസ്റ്റ് കൺട്രോളിങ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അങ്ങനെ കോസ്റ്റിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഫേമിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യാനായിട്ട് പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയും. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സുകൾ എപ്പോഴും നമ്മൾ ഈ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെയാണ് പഠിക്കേണ്ടതും എഴുതേണ്ടതും. കാരണം ഈ ഒരു ഓർഡറിലാണ് ഇതെന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഫേമുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അല്ലാതെ ആദ്യം ഈ റിപ്പോർട്ടിംഗ് അല്ല ചെയ്യുന്നത്. ആദ്യം കോസ്റ്റ് സെൻറ്ററിനെ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. ദാറ്റ് ഈസ് ദ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ദെൻ ഓരോ കോസ്റ്റുകൾ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആക്ച്വൽ കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യണം. രണ്ട് കോസ്റ്റുകളും തമ്മിൽ കമ്പയർ ചെയ്യണം. അനാലിസിസിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, അനലൈസ് ചെയ്യണം, ദെൻ റിപ്പോർട്ടിംഗ് ചെയ്യണം. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇതിൻ്റെ ഒരു ടോപ്പിക്കിൽ തന്നെ ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഉണ്ട്. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.